ഹലോ, ഗുഡ് മോർണിംഗ്. കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ ഷോർട്ട് ഫോമിൽ PSCS എന്ന് പറയാറുണ്ട്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിനകത്തെ ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന സൊസൈറ്റികളാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 3 ടയർ സ്ട്രക്ചറാണുള്ളത്. ഏറ്റവും ബേസ് ലെവൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ദെൻ മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെൻ സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇങ്ങനെ 3 ടയർ സ്ട്രക്ചറാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുള്ളത്. അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 ടയർ സ്ട്രക്ചറിനകത്തെ ഏറ്റവും ബേസ് ലെവൽ സൊസൈറ്റീസ് ആയിട്ടുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. ഓക്കെ, so the primary cooperative credit societies fall under the following categories. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനകത്ത് മെയിനായിട്ട് 5 കാറ്റഗറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് 1904. ദെൻ സെക്കൻഡ്, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 1945. ദെൻ തേർഡ്, ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് 1956. ദെൻ ഫോർത്ത്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1958. ആൻഡ് ലാസ്റ്റ്, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി 1972. ഈ 5 തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന കാറ്റഗറൈസേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ 5 തരത്തിലുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. നോക്കാം. ഫസ്റ്റ് വൺ, സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി 1904. So these types of societies are established on the basis of Raiffeisen model. റൈഫിസൺ മോഡൽ എന്ന് പറയുന്നത് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് FW റൈഫിസൺ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനുകൾ നൽകിയ ഒരു വ്യക്തിയാണ് FW റൈഫിസൺ. ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റികളാണ് റൈഫിസൺ സൊസൈറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജർമ്മനിയിൽ. ഓക്കെ, അപ്പോൾ ജർമ്മനിയിൽ റൈഫിസൺ തുടങ്ങിയിട്ടുള്ള റൈഫിസൺ മോഡൽ സൊസൈറ്റീസിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ജർമ്മനിയിലെ റൈഫിസൺ മോഡൽ, ജർമ്മനിയിൽ FW റൈഫിസൺ എന്ന് പറയുന്ന വ്യക്തി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സൊസൈറ്റികളാണ് റൈഫിസൺ സൊസൈറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ജർമ്മനിയിൽ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള റൈഫിസൺ സൊസൈറ്റീസിൻ്റെ മോഡൽ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ദിസ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റൈഫിസൺ മോഡൽ എന്ന് പറയുന്നത്. ജർമ്മനിയിലെ റൈഫിസൺ മോഡൽ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് വിത്ത് അൺലിമിറ്റഡ് ലാബിലിറ്റി. അപ്പോൾ അദ്ദേഹം റൈഫിസൺ എന്ന് പറയുന്ന FW റൈഫിസൺ എന്ന് പറയുന്ന വ്യക്തി ജർമ്മനിയിൽ റൈഫിസൺ സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അൺലിമിറ്റഡ് ലാബിലിറ്റിയുടെ ബേസിലാണ്. ദാറ്റ് മീൻസ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് അൺലിമിറ്റഡ് ലാബിലിറ്റിയുടെ ബേസിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളില്ല. പക്ഷേ തുടങ്ങിയ സമയത്ത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ഈ റൈഫിസൺ മോഡൽ ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരുന്നു. അദ്ദേഹം പറയുന്നത് FW റൈഫിസൺ എന്ന് പറയുന്ന വ്യക്തി അതിന് പറയുന്ന റീസൺ എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആക്കി കഴിഞ്ഞാൽ മെമ്പേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യും, ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും. അതുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വിജയിക്കാൻ പറ്റും. എല്ലാവരും ആത്മാർത്ഥതയോട് കൂടി പ്രവർത്തിച്ചാൽ സൊസൈറ്റി വിജയിക്കും. അതുകൊണ്ട് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആക്കണം എന്നായിരുന്നു FW റൈഫിസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് ജർമ്മനിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ. അപ്പോൾ ആ ഒരു മോഡൽ ഫോളോ ചെയ്തുകൊണ്ട് ഇന്ത്യയിലും സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ വാസ് കവേർഡ് ഓൺലി ഇൻ 1 വില്ലേജ്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഈ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വില്ലേജിനകത്ത് മാത്രമായിരുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് മാത്രം പ്രവർത്തിക്കുന്ന, ഏരിയയിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണ് സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്.
സോ ദ മെയിൻ എയിം, ഇത്തരത്തിലുള്ള സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓഫ് ദി സൊസൈറ്റി വാസ് ടു പ്രൊവൈഡ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള മീഡിയം ടൈം ആയിട്ടുള്ള വായ്പകൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ആൻഡ് ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അതുപോലെ അഗ്രികൾച്ചറൽ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്കറിയാലോ, ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കർഷകരെല്ലാം തന്നെ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് ന്യായമായ തോതിലുള്ള വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് വായ്പകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യമാണ് പറയുന്നത്. ഈ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റൈഫിസൺ മോഡലാണ്. റൈഫിസൺ മോഡൽ എന്ന് പറയുന്നത് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണോ FW റൈഫിസൺ എന്ന് പറയുന്ന വ്യക്തി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേ മോഡൽ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സോ ഇറ്റ് കവേർഡ് ഓൺലി ഇൻ വൺ വില്ലേജ്, ഒരു വില്ലേജിനെ കവർ ചെയ്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. Then the main aim of the society was to provide short time and medium time loans to its members for agricultural operation. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓഫ് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യാം, എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറയുന്നത്, സോ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ്. എനി 10 or more പേഴ്സൺ ക്യാൻ അപ്ലൈ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ആൻ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇത്തരത്തിലുള്ള സ്മോൾ സൈസ്ഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തുന്നത് എനി 10 or more പേഴ്സൺ ക്യാൻ അപ്ലൈ ഫോർ ദ രജിസ്ട്രേഷൻ. ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള, നമ്മൾ പറഞ്ഞല്ലോ സോ ഇറ്റ് കവേർഡ് ഓൺലി ഇൻ വൺ വില്ലേജ്, ഒരു വില്ലേജിനെ കവർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ആ വില്ലേജിനകത്ത് വരുന്ന 10 അതിലധികമോ ആളുകൾ കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. The membership of the society is open to any person above the age of 18. 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ അത്തരത്തിൽ 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാം. എത്ര ആളുകൾ വേണം? എനി 10 or more പേഴ്സൺ, 10 അതിലധികമോ ആളുകൾ വേണം. ലിവിങ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകൾ എവിടെ തന്നെ ജീവിക്കുന്നവരായിരിക്കണം? ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ വില്ലേജിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ആ വില്ലേജിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഇതിലെ മെമ്പേഴ്സ് ആവാം. ഹാവിങ് എ ഗുഡ് ക്യാരക്ടർ. ഇതിലെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? നല്ല ക്യാരക്ടറുള്ള ഒരാളായിരിക്കണം. അതല്ലാതെ അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അതുപോലെ അയാളുടെ റിലീജിയസ് ബിലീഫോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിലെ എന്തല്ല, ഒരു ഘടകമേ അല്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. ആ വ്യക്തി എന്താവണം? ആ സൊസൈറ്റി പ്രവർത്തിക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ആളായിരിക്കണം, 18 വയസ്സ് തികഞ്ഞിരിക്കണം, നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള 18 വയസ്സ് തികഞ്ഞ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാം. ഇതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ 10 അതിലധികമോ ഉള്ള ആളുകൾ ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കണം. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 10 അതിലധികമോ ആളുകളുണ്ട് എങ്കിൽ അവർക്ക് ഈ സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ നൽകാം. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ബേസ് ലെവലിൽ വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒന്നാമത്തെ കാറ്റഗറൈസേഷനിൽ വരുന്ന സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ദെൻ സെക്കൻഡ് വരുന്നത് എന്തായിരുന്നു? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓക്കെ, മൾട്ടി പർപ്പസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങളുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു?
മീഡിയം ടൈം ആൻഡ് ഷോർട്ട് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക ആർക്കാണ്? അഗ്രികൾച്ചറിസ്റ്റുകൾക്ക്, കർഷകർക്ക് അവരുടെ അഗ്രികൾച്ചറൽ ഓപ്പറേഷനും വേണ്ടി മീഡിയം ടൈം ആൻഡ് ഷോർട്ട് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇനി സെക്കൻഡ് നോക്കുക, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഹാഡ് ഫങ്ഷൻഡ് മോർ ഓർ ലെസ് ആസ് മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സ്മോൾ സൈസ്ഡ് സൊസൈറ്റി, ആദ്യം നമ്മൾ പറഞ്ഞ സ്മോൾ സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ പ്രവർത്തിച്ചിരുന്നത് ഒരു മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. ആൻഡ് ഹാഡ് റയർലി ടേക്കൺ എ ഡീപ്പ് ഇൻട്രസ്റ്റ് ഓൺ ദ ലൈഫ് ഓഫ് ദെയർ മെമ്പേഴ്സ്. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ഈ അതിലെ മെമ്പേഴ്സിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട വലിയ അവരുടെ മെമ്പേഴ്സിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിനോ അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ്, വലിയ തോതിലുള്ള ഒരു താല്പര്യമൊന്നും അവർ കൺസിഡർ ചെയ്തിരുന്നില്ല. അതല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വലിയ തരത്തിലുള്ള പ്രാധാന്യമൊന്നും എന്ത് ചെയ്തിരുന്നില്ല, ഈ സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി നൽകിയിരുന്നില്ല. അവർ ജസ്റ്റ് ഒരു മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതല്ലാതെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ്, വലിയ തോതിലുള്ള താല്പര്യമൊന്നും സ്മോൾ സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തിരുന്നില്ല. ദസ് സച്ച് ക്രെഡിറ്റ് സൊസൈറ്റി ഹാഡ് ഫെയിൽഡ് ടു സോൾവ് മെനി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവർ വലിയ തോതിലുള്ള താല്പര്യം, ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളിലോ വലിയ തോതിലുള്ള താല്പര്യമൊന്നും സ്മോൾ സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ സ്മോൾ സൈസ്ഡ് സൊസൈറ്റി, ആദ്യം പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി സൊസൈറ്റി എന്തായിരുന്നു, പരാജയമായിരുന്നു. സോ ടു ഫെയിൽഡ് ടു സോൾവ് മെനി പ്രോബ്ലം ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറിസ്റ്റ്, കർഷകർ നേരിടുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സ്മോൾ സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സൊസൈറ്റികൾ കൊണ്ട് വലിയ കാര്യമില്ല, അത് പരാജയമായിരുന്നു സ്മോൾ സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആ സൊസൈറ്റി കൊണ്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് അതിനേക്കാൾ നല്ല രീതിയിലുള്ള സൊസൈറ്റികൾ നിലവിൽ വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ദ മെയിൻ objective of multi-purpose society is to establishing a close and continuous connection with the members and encouraging constant consultation between the members. അത് ഈ ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷിംഗ് ക്ലോസ് ആൻഡ് കണ്ടിന്യൂസ് കണക്ഷൻ വിത്ത് ദ മെമ്പേഴ്സുമായിട്ട് ഒരു ക്ലോസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ശ്രമിച്ചു. പക്ഷേ സ്മോൾ സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിരുന്നു, അവർ അതിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ക്ലോസ് കണക്ഷനൊന്നുമില്ല. അവരൊരു മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വായ്പ വേണോ എങ്കിൽ വായ്പ നൽകുക എന്നല്ലാതെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങൾക്കോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ ഒന്നും വലിയ തോതിലുള്ള പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്നാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ ആയിരുന്നില്ല. അവരെന്ത് ചെയ്തു, ടു മെയിൻറ്റെയിൻ എ ക്ലോസ് ആൻഡ് കണ്ടിന്യൂസ് കണക്ഷൻ വിത്ത് ദ മെമ്പേഴ്സുമായിട്ട് ഒരു ക്ലോസ് കണക്ഷൻ, നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ശ്രമിച്ചു. അതുപോലെ തന്നെ എൻകറേജിങ് കോൺസ്റ്റൻറ്റ് കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ അവരുടെ ദൈനംദിനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥായി ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസ് കണക്ഷൻ കർഷകരുമായിട്ട് ഉണ്ടാക്കാൻ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സാധിച്ചു. അങ്ങനെ ഒന്നാമത്തെ സൊസൈറ്റിയുടെ പ്രോബ്ലംസ് ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് വേണ്ടി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സഹായിച്ചു എന്നുള്ളതാണ്. സോ ദ മൾട്ടി പർപ്പസ് സൊസൈറ്റി ഷുഡ് നോട്ട് മിയർലി ആൻ ഏജൻസി ഫോർ സപ്ലൈങ് ഫിനാൻസ്, ഒരു ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമായിട്ടല്ല മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിച്ചത്. ബട്ട് ആൻ ഇൻഫ്ലുവൻസ് ഫോർ ദ ഓൾ സൈഡഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ ലൈഫ് ഓഫ് ദ വില്ലേജേഴ്സ് ഫ്രം എവറി പോയിൻ്റ് ഓഫ് വ്യൂ. എല്ലാ അർത്ഥത്തിലും കർഷകരുടെ
അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ബെറ്റർമെൻറ്റ് ഓഫ് ദ ലൈഫ് ഓഫ് ദ വില്ലേജേഴ്സ്, അവിടെയുള്ള ആ ഒരു പർട്ടിക്കുലർ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന ആ പർട്ടിക്കുലർ വില്ലേജിനകത്ത് വരുന്ന ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവരുടെ ദൈനംദിന ലൈഫിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ അവരുമായിട്ട് നടത്തുകയും ആ ഒരു രീതിയിൽ എവറി പോയിൻ്റ് ഓഫ് വ്യൂ എല്ലാ അർത്ഥത്തിലും ആളുകളുടെ ജീവിതം നിലവാരം ഉയർത്തുന്ന തരത്തിലേക്ക് ഉയർന്നു വരാൻ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിച്ചു. അതല്ലാതെ ഇതൊരു മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദ മൾട്ടിപർപ്പസ് സൊസൈറ്റി ഷുഡ് നോട്ട് മിയർലി ആൻ ഏജൻസി, ഇതൊരു ഏജൻസി ആയിട്ട് മാത്രമല്ല പ്രവർത്തിച്ചത്. ഫോർ സപ്ലൈയിങ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമായിട്ടല്ല പ്രവർത്തിച്ചത്. ബട്ട് ആൻ ഇൻഫ്ലുവൻസ് ഫോർ ദ ഓൾ സൈഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വികസനത്തിനും ഇവരാവശ്യമായിട്ടുള്ള സഹായം നൽകി. അതുപോലെ തന്നെ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ ലൈഫ് ഓഫ് വില്ലേജിൽ ഉള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇവർക്ക് സാധിച്ചു. ഫ്രം എവറി പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും എല്ലാ തരത്തിലുള്ള സഹായം നൽകുന്ന തരത്തിലേക്ക് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം പറയുന്നത് ദ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി 1946 സജസ്റ്റഡ് ദാറ്റ് എ മൾട്ടിപർപ്പസ് സൊസൈറ്റി ഷുഡ് അസ്യൂം ദ ഫോളോയിങ് ഫങ്ഷൻ. ഇവിടെ 1946 കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് താഴെ പറയുന്ന ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ ഫിനാൻസ് ക്രോപ്പ് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ധാന്യവിളകളാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ധാന്യവിളകളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഡെവലപ്പ് ചെയ്തു വന്നു. രണ്ടാമത് ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഫോർ സെയിൽസ് ഓഫ് ക്രോപ്പ് ടു ദ നിയറസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, ധാന്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറഞ്ഞു. അതോടൊപ്പം ഈ ധാന്യവിളകൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഫോർ സെയിൽസ്, ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഏജൻ്റായിട്ടും ആര് പ്രവർത്തിക്കാൻ തുടങ്ങി, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് സെക്കൻഡ് പറയുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഫോർ സെയിൽസ് ഓഫ് ക്രോപ്പ് ടു ദ നിയറസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികളിലൂടെ ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനുള്ള ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാനും മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ശ്രമിച്ചു. മൂന്നാമത്തേതെന്ന് പറയുന്നത് സെർവ് ആസ് മിൽക്ക് കളക്ഷൻ സ്റ്റേഷൻ ഫോർ ദ നിയറസ്റ്റ് സൊസൈറ്റി ആൻഡ് ആസ് എ സെൻറ്റർ ഫോർ അനിമൽ ഫസ്റ്റ് എയ്ഡ്. മറ്റൊന്ന് പറയുന്നത് ഈ ഡയറി കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി? പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൊസൈറ്റികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അല്ലേ. പാലുൽപാദനം, പാലിൻ്റെ കളക്ഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണ് ഡയറി സൊസൈറ്റികൾ. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവുകൾ കർഷകർ പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന്, ക്ഷീര വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകരിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്യും. പാല് പശുക്കളെയൊക്കെ വളർത്തി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിൽ നിന്ന് എന്ത് ചെയ്യും, പാല് കളക്ട് ചെയ്യും. അത് ഏറ്റവും അടുത്തുള്ള ഡയറി സൊസൈറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ അനിമൽസിന് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകണം. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് സെൻറ്റർ ഫോർ അനിമൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അനിമൽസിന് അവർ പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, നല്ല പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല പാലുൽപാദിപ്പിക്കുന്ന പശുക്കളും മറ്റു കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ ഈ പശുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, അവർക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള അനിമൽസിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കണം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അനിമൽ ഫസ്റ്റ് എയ്ഡ് സെൻറ്ററായിട്ടും ആര് പ്രവർത്തിക്കാൻ തുടങ്ങി, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കാൻ തുടങ്ങി. മറ്റൊന്ന് എൻകറേജ് സബ്സിഡിയറി ഒക്യുപ്പേഷൻ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഈ സബ്സിഡിയറി ഒക്യുപ്പേഷൻ, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്, അനുബന്ധമായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട്. ഇപ്പോൾ ഒരു ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നാൽ തന്നെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത്
എന്താണ് 2 or 3 ആളുകൾക്ക് ജോലി കിട്ടും അല്ലേ. അത്തരത്തിൽ സബ്സിഡിയറി ഒക്യുപ്പേഷൻ അതിൻ്റെ അനുബന്ധമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വരുമ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ന് കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ്. കാരണം കോപ്പറേറ്റീവ് മേഖലയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിനകത്ത് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇത്തരം മേഖലയിലെല്ലാം ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇതാണ് ടു എൻകറേജിങ് സബ്സിഡിയറി ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അനുബന്ധ ജോലികളും കോപ്പറേറ്റീവ് സൊസൈറ്റി അതിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കാറ്റഗറിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്മോൾ സൈസ്ഡ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, രണ്ടാമത്തെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, മൾട്ടിപർപ്പസ് സൊസൈറ്റിയും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സൊസൈറ്റിയുടെ ലിമിറ്റേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ള മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു ഓൾ സൈഡഡ് ഡെവലപ്മെൻ്റ് ആണ്. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കണ്ടിന്യൂസ് കൺസൾട്ടേഷൻ അവരുമായിട്ട് നടത്തി ഒരു എല്ലാ തരത്തിലും അവരുടെ ഒരു ഡെവലപ്മെൻ്റ് ആണ് എന്തിലൂടെ ലക്ഷ്യമാക്കുന്നത്, സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. നെക്സ്റ്റ് ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. താങ്ക് യു.